കക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വേവിച്ചെടുക്കുക. ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതിയാവും. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു വലിയ സബോളയുടെ പകുതി, ഒരു 10-12 ഉള്ളി, 8-10 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. പാനിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും കടുക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കിനും സബോളയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വഴച്ചാം. എന്നിട്ട് വേണം മസാലകൾ ചേർക്കാനായിട്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ നോർമൽ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കിനും വേവിച്ചിരിക്കുന്ന കക്കയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. വെളിച്ചെണ്ണ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് അവസാനം ഒരു ക്രിസ്പിനെസ് സൗണ്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കിനും കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതും കുറച്ച് തൈരും കൂടി ചോറിൻ്റെ കൂടെ പിടിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ്. എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്